വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. ഉത്സവങ്ങളുടെ സീസൺ വരാൻ പോവുകയാണ്. തൃശ്ശൂർ പൂരം വെടിക്കെട്ടിനും ആന എഴുന്നള്ളിപ്പിനും നിയമപരമായ തടസ്സങ്ങൾ അടുത്ത കാലത്തായി ഉയർന്നു വരാറുണ്ട്. ആന ഉടമസ്ഥരും ഉത്സവപ്രേമികളും പ്രതിരോധവുമായി തൃശ്ശൂരിൽ ഒത്തുകൂടി. ആന ഉടമ സംഘടനാ നേതാവ് കൂടിയായ മുൻ വനം മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ രോഷം മുഴുവൻ ആനപ്രേമികളായ സന്നദ്ധ സംഘടനകളോടാണ്. ഇന്ന് കടന്നു വരുമ്പോൾ നമ്മൾ കണ്ട ഒരു പിടിയാന മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ ആനയ്ക്ക് ദയാവധം നൽകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇവരൊക്കെ വീട്ടിൽ അച്ഛനമ്മമാർ വയസ്സാകുമ്പോൾ ദയാവധമാണോ നൽകുന്നത് എന്ന് അമ്മയ്ക്ക് കണ്ണ് കണ്ടുകൂടാത്തതുകൊണ്ട് അമ്മയ്ക്ക് ദയാവധം കൊടുക്കാമെന്ന് ചിന്തിക്കുമെന്ന മരബുദ്ധിയാണ് ഈ വാർത്തയുടെ പുറകിൽ. ഇത്തരം വാർത്തകൾ കൊടുക്കുന്നവർ അവൻ്റെ അമ്മ വയസ്സായി കണ്ണ് കാണാൻ വയ്യല്ലോ മോനെ എന്ന് പറഞ്ഞാൽ കാട്രാക്റ്റിന് ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം അമ്മയ്ക്ക് ദയാവധം അനുവദിക്കാം എന്ന് പറയുന്ന നിലവാരമില്ലാത്ത ദുഷ്ടന്മാരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെയും ആ അന്ധതയും വേണമെങ്കിൽ വീഡിയോയിൽ പറത്തി വിറ്റ് കാശാക്കും. നായകളുടെ കാര്യത്തിൽ രണ്ടു ചേരി ഉള്ളതുപോലെ ആനകളുടെ കാര്യത്തിലും രണ്ടു ചേരി രൂപപ്പെട്ടിട്ടുണ്ട്. ആനപ്രേമികളും ആന ഉടമസ്ഥരും കടുത്ത വൈരമാണ് ഇരു കൂട്ടരും തമ്മിലെന്ന് ഗണേഷ് കുമാറിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നു. ഇന്ന് മാധവൻകുട്ടി മാഷ് പ്രസംഗിച്ചത് ഞാൻ ഈ ഫേസ്ബുക്കൊന്നും കൈകാര്യം ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് വലിയ പരിചയമില്ല. പക്ഷേ ഗണേശനും മാധവൻകുട്ടി മാഷിനും വാഴ വയ്ക്കാമെന്നാണ്. എൻ്റെ പൊന്നു സഹോദര, ഞങ്ങൾ പണ്ടേ വാഴ വെച്ചതാണ്. നിങ്ങളുടെ വീട്ടിലുള്ളവർ വാഴ വയ്ക്കേണ്ട സമയത്ത് വാഴ വെച്ചിരുന്നേ നിന്നെപ്പോലുള്ളമാർ ഇത് പറയാൻ ഈ രാജ്യത്ത് ജനിക്കില്ലായിരുന്നു. ഞങ്ങൾ വാഴ വെച്ചിട്ടുണ്ട്, ഇനിയും വാഴ വയ്ക്കും. നല്ല ഇനം വാഴയത്തുകൾ കിട്ടുന്നൊരു സ്ഥലമാണ് പത്തനാപുരം. വാഴവിത്തുകൾ അടുത്ത പൂരത്തിന് വെടിക്കെട്ടും. ഈ രാജ്യത്ത് ഒരു ഭരണ സംവിധാനവും ഈ സംസ്ഥാനത്തൊരു ഭരണകൂടവും ഈ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥകളും ഉണ്ടെങ്കിൽ തൃശ്ശൂർ പൂരം അടക്കമുള്ള പൂരങ്ങൾ വെടിക്കെട്ടും ആനയും അമ്പാരിയുമായി പഴയ പ്രൗഢിയോടെ നടത്തിയിരിക്കും. അപ്പോൾ ഈ എഴുതിയവർ വാഴ വയ്ക്കാൻ പോകണം. നിയമം വ്യാഖ്യാനിക്കുന്ന ഉദ്യോഗസ്ഥർക്കും ഗണേഷ് കുമാറിൻ്റെ കടുത്ത വിമർശനം. വെടിക്കെട്ടും ആന എഴുന്നള്ളിപ്പും ഇല്ലാതെ എന്ത് ഉത്സവം? ഇതിനെ എതിർക്കുന്നവരിൽ അന്താരാഷ്ട്ര ഗൂഢാലോചന വരെ ഗണേഷ് കുമാർ സംശയിക്കുന്നു. ഇവിടെ പല ഉദ്യോഗസ്ഥന്മാരും പുസ്തകം തുറന്നു വെച്ച് നിയമം നടപ്പിലാക്കുക. ബാബുവൻ പാലിശ്ശേരി ഉദാഹരണത്തിന് എൻ്റെ സുഹൃത്തായിട്ട് ഞാൻ പറയുക, അല്ലെങ്കിൽ പ്രതാപൻ, നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട്, 10 കേസുണ്ട്. രാഷ്ട്രീയക്കാരാണ്, നമ്മുടെ പേരിൽ ഒരുപാട് കേസുണ്ട്, എൻ്റെ പേരിൽ ഒരുപാട് കേസുണ്ട്, നമ്മുടെയൊക്കെ പേരിൽ ജാഥയ്ക്ക് പോയതിൻ്റെയും അടിപിടി നടന്നതിൻ്റെയും ഹർത്താൽ നടത്തിയതിനൊക്കെ കേസുണ്ട്. 10 കേസുള്ള ആൾക്ക് 11ാമത്തെ കേസുണ്ടെങ്കിൽ അയാളെ ജില്ല വിട്ട് നാട് കടത്തണം. DCCയുടെ പ്രസിഡന്റായ പ്രതാപന്റെ പേരിൽ 11ാമത്തെ കേസ് വന്നാൽ TN പ്രതാപൻ ആരാണെന്നറിയാതെ നാട് കടത്താൻ തീരുമാനിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും. ഇവൻ എവിടുന്നോ അടി കിട്ടിക്കാണ്, കിട്ടിയ ചാൻസ് കളയണ്ട. അടി ശരിക്കും കിട്ടിയല്ലേ? ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.